എൻ്റെ കയ്യിലൊരു ബോർഡാണ്. ഈ ബോർഡിൽ ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഒരു 6 കോളം ഉണ്ട്. ഓക്കെ, ഈ 6 കോളം ഉണ്ട്. ഈ 6 കോളത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. എല്ലാം ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ 6 കോളത്തിൽ നമ്മൾ എഴുതാൻ പോവാണ് ഒരേ കാര്യങ്ങൾ. എഴുതണത് ഒരു പ്രത്യേകതയുണ്ട്. ഈ എഴുതണ കാര്യങ്ങൾ, പറയണ സാധനങ്ങൾ നമ്മൾ എഴുതി കാണിക്കും. അതെങ്ങനെയാണെന്നറിയാമോ? ആദ്യം, അതായത് നമ്മുടെ ഗസ്റ്റായിട്ട് ഉണ്ണിച്ചേട്ടൻ മനസ്സിൽ ഒരു പൂ വിചാരിക്കണം. ഒരു പൂവ്? ഒരു പൂവിൻ്റെ പേര്. ഓക്കെ, വിചാരിച്ചല്ലോ. എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കാമോ? ഞാനത് എഴുതാൻ പോവാണേ. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഉണ്ണിച്ചേട്ടൻ പറഞ്ഞോളൂ ആ പൂവ് ഏതാണ്. ഞാൻ വിചാരിച്ച പൂവിന്റെ പേര് അല്ലേ? റോസാപ്പൂ. റോസ്. ഓക്കെ, ഇനി ഓക്കെ, മഹിമ ചേച്ചി ഒരു നടന്റെ പേര്. കാരണം ആ ഡയാനയ്ക്ക് ഒരു ചേച്ചി കിട്ടിയപ്പോ മഹിമ ഇവിടുന്ന് ഇതാണ് ഒരു നിമിഷം വൈകുന്നില്ലെന്നുള്ളതാ. കലക്ക് ചേട്ടാ ഒരു നടന്റെ പേര്, ഇഷ്ടമുള്ള ഒരു നടന്റെ പേര് ആലോചിച്ചോ? ഞാൻ എഴുതിക്കോട്ടെ? ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ അടച്ചു വെച്ചോ. ഞാൻ എഴുതി. ആ പേരൊന്ന് പറയോ? ഉണ്ണിമുകുന്ദൻ. ശരി, ഉണ്ണിച്ചേട്ടൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ പേര് ഉണ്ണിമുകുന്ദൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി എൻ്റെ കയ്യിലൊരു ചീട്ടുണ്ട്. ആ ചീറ്റിൽ നിന്ന് ഒരു ചീട്ട് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. ഇതൊരു കുത്തി ചീട്ടാണ്, ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഞാൻ ഷഫിൾ ചെയ്യുമ്പോൾ ആ ചീട്ട് എടുക്കാം. ഷഫിൾ ചെയ്യാൻ പറ്റും. ടഫായിക്കോളൂ. രഞ്ജിത്ത് സാറിന് കുറച്ച് മെന്റലിസം അറിയാമെന്ന്. ഒരു മെന്റലിസം കണ്ടിട്ടാണ് ജയസൂര്യനെ വെച്ച് ആ പടം പിടിച്ചത്. ഇത് അദ്ദേഹം ഷഫിൾ ചെയ്താണ്. ഇനി പറയുന്നിടത്തുനിന്ന് ഒരു ചീട്ട് എടുക്കാം. ഞാൻ ഷഫിൾ ചെയ്യും, സ്റ്റോപ്പ് പറയണ സാറിന് സ്റ്റോപ്പ് പറയാം, അവിടെ നിന്ന് ഒരു ചീട്ട് എടുക്കാം. ഓക്കെ, ഇതൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ അല്ലേ? ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ സ്റ്റോപ്പ് പറയണോടത്ത് നിന്ന് എടുക്കാം. സ്റ്റോപ്പ്. അപ്പോൾ എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ഈ ചീട്ട് എടുക്കുക. ഓക്കെ, എടുത്തോളൂ. ഓക്കെ, വേണമെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുക. ഓക്കെ, ശരി, ഞാനൊന്ന് എഴുതുവാണേ. എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ചീട്ട് ഏതാണെന്ന് പറയൂ. ഓക്കെ, ഇനി ഈ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഒന്നാണോ എന്ന് നോക്കണേ. അതാണ് മെന്റലിസം. നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചത് ഒന്നാണോ നോക്കാം. ഓക്കെ, റോസ്. ഉണ്ണിമൂന്തൻ. ഇനി എടുത്ത ചീട്ട് ഡയമണ്ട് ട്രീ അല്ല ആഡിയൻ ട്രീ തന്നെയായിരുന്നു. ഓക്കെ, ആ ആഡിയൻ ട്രീ തന്നെയാണ് ഞാൻ എഴുതി വെച്ചേക്കണേ. അടിപൊളി. അത് മെന്റലിസം എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യം. അല്ല, ഞങ്ങൾ മെന്റലിസ്റ്റുകൾ അത് അധികം പുറത്ത് പറയാറില്ല രഹസ്യങ്ങൾ. മഹിമയ്ക്ക് അത് പഠിക്കേണ്ടി വരും. ഇത് വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ് എനിക്കൊക്കെ അത് കിട്ടിയത്. അത് അങ്ങനെ മൈക്രോ എക്സ്പ്രഷൻസ് എനിക്കൊന്ന് പഠിപ്പിച്ചു. മഹിമയുടെ ഒരു ഇമ അനങ്ങിയാൽ അത് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റും. ഞങ്ങൾക്ക് അതാ